ഹല്ലേലൂയ. പരിശുദ്ധ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളതായിരിക്കുന്ന വചന പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഹാർദവുമായിരിക്കുന്ന സ്വാഗതം. ഇന്ന് രാത്രികാലം നമ്മൾ 16-ാമത്തെ ഭാഗമാണ് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വളരെ സ്പീഡിൽ പറഞ്ഞു പോകേണ്ടതായിരിക്കുന്ന ആവശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം വിഷയങ്ങൾ അരമണിക്കൂർ കൊണ്ട് തീർക്കുവാൻ കഴിയാതായിരിക്കുന്ന നിലകൾ കടന്നു വരുന്നത് കൊണ്ട് വളരെ സ്പീഡിൽ പറഞ്ഞു പോകാറുണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ആ ഫോൺ നമ്പറിൽ വിളിക്കുക എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ 15-ാമത്തെ ക്ലാസ് ആദ്യ പാപത്തിൻ്റെ ശിക്ഷ സകല മനുഷ്യരിലും എന്നുള്ളതായിരിക്കുന്ന വിഷയമായിരുന്നു. 15-ാമത്തെ ഭാഗം എപ്പിസോഡ് നമ്മൾ ചിന്തിപ്പാൻ ഇടയായത്. 16-ാമത്തെ ഭാഗം ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ദുഷ്ടന്റെ മകനായി കായീൻ ജനിക്കുന്നു. ഒന്നുകൂടി ഓർപ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദുഷ്ടന്റെ മകനായി കായീൻ ജനിക്കുന്നു. അതിനായി ചില തിരുവചനങ്ങൾ വായിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച കായീനെ പ്രസവിച്ചു. ഒന്നുകൂടി വായിക്കാം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച കായീനെ പ്രസവിച്ചു. വീണ്ടും ചില തിരുവചനങ്ങൾ കൂടി വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാന്റെ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ഒന്നുകൂടി വായിക്കാം. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുന്നു. കായീൻ ദുഷ്ടനിൽ നിന്നുമുള്ളവനായി, കായീൻ ദുഷ്ടനിൽ നിന്നും ഉള്ളവനായി എന്ന വായിപ്പാൻ ഇടയാകുന്നു. ഇവിടെ ഒരു തിരുവചനം കൂടി വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആ പുസ്തകം തന്നെ 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുന്നു. നാം ദൈവത്തിനുള്ളവർ എന്ന് നാം അറിയുന്നു, സർവലോകവും ദുഷ്ടന്റെ അധീനയിൽ കിടക്കുന്നു. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന വായിപ്പാനാണ് ഇടയാകുന്നത്. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് വായിക്കുന്നു. പുരാതനകാല ഭൂമിയിൽ അസ്ഥിയും മജ്ജയും മാംസവും ചോരയും നീരുമില്ലാത്ത ദുഷ്ടൻ മാർക്ക് എന്ന് കാണുവാനിടയാകുന്നു. ദുഷ്ടന്മാർ മനുഷ്യവർഗം തോടുകൂടെ ആയിരുന്ന ലൂസിഫർ ഏകദേശം 5000 കോടി വർഷം ഈ ഭൂമിയിൽ, പുരാതനകാല ഭൂമിയിൽ ലൂസിഫർ ആയിരുന്നു എന്ന ഒരു പഠനം ഞാൻ പറയുന്നതല്ല, ദൈവത്തിന്റെ അഭിഷിക്തന്മാരായിരിക്കുന്ന MA വർഗീസിന്റെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ആ ഭൂമി പാഴും ശൂന്യമായി തീർന്നു. 1000 കോടി വർഷം ആ ഭൂമി, പുരാതനകാല ഭൂമി പാഴും ശൂന്യമായി കിടന്നപ്പോൾ ആഴത്തിന്മീതെ ഇരുളിന്റെ പ്രവൃത്തി, ഇരുൾ ഉണ്ടായിരുന്നു. അഥവാ സാത്താന്റെ പ്രവൃത്തി ആഴത്തിന്മീതെ ഉണ്ടായിരുന്നു, ആഴത്തിൽ ഉണ്ടായിരുന്നു എന്ന് വായിപ്പാനിടയാകുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ ഭൂമിയാണ് 6 ദിവസം കൊണ്ട് പുനരുദ്ധരിച്ച് സൃഷ്ടിച്ച ഭൂമിയിൽ
ഏദൻ തോട്ടത്തിൽ കയറി മരണമില്ലാത്ത നിത്യായസ്സുള്ളതായിരിക്കുന്ന ആ മനുഷ്യനെ അഥവാ ആദാമിനെയും ഹവ്വായെയും വഞ്ചിച്ച പാപത്തിൽ വീഴ്ത്തി ദൈവം അതിനാൽ ഭൂമിയെ വീണ്ടും ശാപഗ്രഹസ്ഥമാക്കി കളഞ്ഞു, ശാപഗ്രഹസ്ഥമാക്കി തീർത്തു എന്ന് നമുക്ക് വായിപ്പാനിടയാകുന്നു. അതിനാൽ ദൈവം ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ അവരെ വീണ്ടെടുക്കുവാൻ കഴിയാത്തതുകൊണ്ട് ദൈവം അവരുടെ നിത്യ ആയസ്സിനെ ദൈവം വെട്ടിക്കുറയ്ക്കുവാനിടയായി. ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമിനും ഹവ്വായിക്കും നിത്യായസ്സായിരുന്നു, മരണമില്ലായിരുന്നു. എന്നാൽ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് ദൈവം അവരുടെ നിത്യായസ്സിനെ വെട്ടിക്കുറച്ച 1000 സംവത്സരമാക്കുവാനിടയായി. അഥവാ ആദാമും ഹവ്വായും എന്താണ് 1000 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചാൽ മതിയെന്ന ദൈവം തീരുമാനിപ്പാനിടയായി. അപ്പോൾ ആ സർവശക്തനായ ദൈവം ഏദൻ തോട്ടത്തിൽ ഈ ദുഷ്ടനായിരിക്കുന്ന സാത്താൻ തിന്നരുതെന്ന് പറഞ്ഞായിരിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഹവ്വ പറിപ്പാനും അത് ഭക്ഷിപ്പാനും അത് ആദാമിന് കൊടുപ്പാനും ഇടയായി. അപ്പോൾ ദൈവത്തിൽ നിന്നും അവരെന്ത് ചെയ്യാണ്? അകലുവാൻ പാപം ചെയ്ത അവരെന്ത് ചെയ്യാണ്? ദൈവ കൽപ്പന അനുസരിക്കാതെ സാത്താന്റെ കൽപ്പന, സാത്താന്റെ വാക്ക്, സാത്താൻ പറഞ്ഞത് അവന്റെ പ്രേരണയ്ക്കൊത്തവണ്ണം എന്ത് ചെയ്യാണ്? ഹവ്വ അത് പറിച്ച ഭക്ഷിപ്പാനിടയായി. അങ്ങനെ ദൈവ സാന്നിധ്യം അവരെ വിട്ടുമാറിയപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഈ മാംസ ശരീരമുള്ളവരായി തീർന്നുവെന്നുള്ളതായിരിക്കുന്ന ഒരു പഠനമാണ് നമുക്ക് കാണുവാനിടയാകുന്നത്. അതുകൊണ്ടാണ് ദൈവം അവരുടെ നിത്യായസ്സിനെ വെട്ടിക്കുറച്ച. അവർക്ക് മരണമില്ലായിരുന്നു, എന്നാൽ തിന്നുന്ന നാളിൽ മരിക്കുമെന്നുള്ളതായിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചതിന്റെ ഫലമായിട്ട് അവർ മരണമുള്ളവരായി തീരുകയും ദൈവയുടെ നിത്യായസ്സിനെ വെട്ടിക്കുറിച്ച 1000 സംവത്സരമാക്കി തീർക്കുവാനും ഇടയായി. എന്നാൽ ആ 3-ാം അധ്യായം അവസാനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ വായിപ്പാനിടയാകുന്നത്. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. വീണ്ടും ഈ ഏദൻ തോട്ടത്തിൽ ഈ ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമോ ഹല്ലേലൂയ അവരുടെ ഹവ്വായോ അവരുടെ തലമുറകളോ കയറി ഈ ജീവന്റെ വൃക്ഷം ഭക്ഷിക്കാതിരിക്കേണ്ടതിന് വേണ്ടി യഹോവയായ ദൈവം ഇരുമ്പിക്കൊണ്ട് നിൽക്കുന്നതായിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി ദൂതന്മാരെ കെരൂബുകളെ കാവൽ നിർത്തുവാൻ ഇടയായി. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യാണ്? പാപമംഗുലമായിരിക്കുന്ന അവസ്ഥകളിൽ അവൻ വീണതിന്റെ ഫലമായിട്ട് സ്വർഗമെന്തിയാണ്? നിലത്തെ ഭൂമിയിൽ നിന്നും മണ്ണെടുത്ത് ദൈവം സാദൃശ്യമുണ്ടാക്കി അവന്റെ മുക്കിൽ ജീവശ്വാസമുതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നപ്പോൾ ഭൂമിയിൽ ഒരു ഏദൻ തോട്ടം ഉണ്ടാക്കി ആ ഏദനിൽ അവരെ കൊണ്ട് തോട്ടം കാക്കുവാൻ ആക്കിയതായിരിക്കുന്ന മനുഷ്യൻ തിന്നരുതെന്ന് പറഞ്ഞായിരിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചതിന്റെ ഫലമായിട്ട് ദൈവം എന്തിയാണ്? അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കി വിടുവാനിടയായി. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നതിന്റെ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, കായീനെ പ്രസവിച്ചു എന്നാണ് കാണുവാനിടയാകുന്നത്. അവൾ ഗർഭം ധരിച്ച കായീനെ പ്രസവിച്ചു എന്ന് അവിടെ വായിക്കുന്നു. ഇവിടെ ആദാം ഏദൻ തോട്ടത്തിൽ നിന്നും ദൈവം ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ ആദാം ജഡത്തിന്റെ പ്രവർത്തികളായിരിക്കുന്ന
സകലവിധമായിരിക്കുന്ന പ്രവൃത്തികളും ആദാമിന്റെ ജീവിതത്തിലുണ്ട്. സമയം വളരെ വേണ്ടതുകൊണ്ട് ഇവിടെ അങ്ങനെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ ആദാം എന്ത് ചെയ്യാണ്? ഹവ്വായെ പരിഗ്രഹിപ്പാനിടയായി. പരിഗ്രഹിച്ചപ്പോൾ ആദാം പരിഗ്രഹിച്ചുവെങ്കിൽ തന്നെ അവിടെ ഈ 1 യോഹന്നാൻ 3-ാം അധ്യായം അവിടെ വായിക്കുന്നത് പ്രകാരമാണ്. അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ മക്കളെന്നും മക്കൾ ആരെന്നും പിശാസിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. അപ്പോൾ ദൈവത്തിന്റെ മക്കളെന്നും പിശാസിന്റെ അഥവാ സാത്താന്റെ ദുഷ്ടന്റെ മക്കളെന്നും ഇതിനാൽ തെളിയുന്നു എന്നാണ് അവിടെ വായിപ്പാനിടയാകുന്നത്. ഈ ആദാം പാപം ചെയ്തപ്പോൾ ദുഷ്ടനാകുന്നതായ സാത്താൻ അവരെ വഞ്ചിച്ചപ്പോൾ, അവരുടെ പ്രേരണയാൽ കൽപ്പന തെറ്റിച്ചപ്പോൾ ഭൂമി എന്ത് ചെയ്യാണ്? ശാപഗ്രഹസ്ഥമായി തീരുവാൻ ഇടയായി എന്നാണ് നമ്മൾ വായിപ്പാനിടയാകുന്നത്. അതിന്റെ 5:19 വായിക്കുന്നത്, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് വായിപ്പാനിടയാകുന്നത്. 3:10 വായിക്കുന്നത്, ദൈവത്തിന്റെ മക്കളും ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും അറിയുന്നു. ഇവിടെ അതിന്റെ 12-ാമത്തെ വാക്യങ്ങൾ വായിക്കുന്നു, കായീൻ ദുഷ്ടനിൽ നിന്നും ഉള്ളവനായി. കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. അപ്പോൾ കായീന്റെ ജനനത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആദാം ഹവ്വായെ പരിഗ്രഹിച്ചു, ഒരു പ്രജ ലഭിച്ചു എന്നൊരു പുരുഷ പ്രജ എനിക്ക് നൽകിയെന്ന് ആദാം പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ കായീന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കായീൻ ദുഷ്ടനിൽ നിന്നും ഉള്ളവനാണ്. ആരാണ് ദുഷ്ടൻ? ഈ ലോകം, ഈ ഭൂലോകം, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ ആയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കായീൻ ആരുടെ മകനാണ്? ദുഷ്ടനായിരിക്കുന്ന സാത്താന്റെ മകനാണ് എന്നാണ് നമുക്ക് കാണുവാനിടയാകുന്നത്. എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ഒന്നാമത്തെ സ്ത്രീയാണ്. ഈ ഭൂമിയിലായിരിക്കുന്ന സകല സ്ത്രീകളുടെയും മാതാവാണ് ഹവ്വ എന്ന് കാണുവാനിടയാകുന്നു. സകല പുരുഷന്മാരുടെയും പിതാവാണ് ആദാം എന്ന് കാണുവാനിടയാകുന്നത്. എന്നാൽ ഒന്നാമത്തെ ഹവ്വ ആയിരിക്കുന്ന സ്ത്രീയെ എന്ത് ചെയ്യാണ്? ഏദൻ പൂങ്കാവനത്തിൽ, ഏദൻ തോട്ടത്തിൽ തിന്നരുതെന്ന് വന്നിരിക്കുന്ന വൃക്ഷഫലം അവൻ നൽകിയപ്പോൾ അത് ഉള്ളിൽ കടന്നു എന്നപ്പോൾ, അതുകൊണ്ടാണ് തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് സർവശക്തനായ ദൈവം നേരത്തെ അവർക്ക് കൽപ്പന കൊടുക്കുവാനിടയായത്. അപ്പം തോട്ടത്തിൽ ഒന്നാമത്തെ ദൈവസഭയാകുന്ന തോട്ടമാണ് ഏദൻ തോട്ടം. ദൈവസഭയാകുന്ന തോട്ടത്തിൽ പാപം ചെയ്യുന്നവർക്കോ, പാപത്താൽ ജീവിക്കുന്നവർക്കോ, പാപത്താൽ ജനിച്ചവർക്കോ അവിടെ എന്തില്ല? സ്ഥാനമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഈ തോട്ടത്തിൽ തിന്നരുതെന്ന് വന്നിരിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യാണ്? ഈ സാത്താൻ, ഈ ഭൂമിയെ അധിവസിക്കുന്ന, ഭൂമിയെ ദുഷ്ടനായിരിക്കുന്ന സാത്താൻ എന്ത് ചെയ്യാണ്? ഈ ഹവ്വായിക്ക് നൽകുവാനിടയായി. അവിടെ വെച്ചാണ് ഹവ്വ ഗർഭവതിയായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ ദുഷ്ടന്റെ സന്തതിയായിരിക്കുന്ന കായീനെ അവൾ എന്ത് ചെയ്യാണ്? ഏദൻ തോട്ടത്തിൽ വെച്ച അവൾ ഗർഭവതിയായി തീർന്നതിന്റെ ഫലമായിട്ട്, ഉരുവായി തീർന്നതിന്റെ ഫലമായിട്ട് സർവശക്തനായ ദൈവം എന്ത് ചെയ്യാണ്? അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുവാനിടയായി. എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കുവാനിടയാകുന്നത്? 51-ാം സങ്കീർത്തനം അതിന്റെ
51 സങ്കീർത്തനത്തിന്റെ 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം. അവൻ ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചതാണ് ഈ 51 സങ്കീർത്തനം. അതിന്റെ 10 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്തോത്രം, സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ എന്ന് വായിക്കുന്നു. അതിന് 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ അതിന്റെ 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തില് സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഇവിടെ ദാവീദിന്റെ വാക്കുകളാ. ദാവീദ് ആരാണ്? ദൈവത്തിന്റെ അഭിഷക്തനാണ്. ദാവീദിന്റെ പിതാവാരാണ്? ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഇശ്ശായിയുടെ മകനാണ് ദാവീദ്. എന്നാൽ ദാവീദിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് ദാവീദ് ദൈവത്തിൽ നിന്നും അകന്നു മാറി നടന്നായ സമയത്ത് ദാവീദിനെ ദൈവം തൈലാഭിഷേകം നൽകി ഇസ്രായേലിന്റെ രാജാവായിട്ട് കണ്ടതായ വ്യക്തിയാണ് ദാവീദ് എന്ന് കാണുവാനിടയാകുന്നത്. ആ ദാവീദിന്റെ വാക്കുകൾ ഇതാണ്: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ അറിയാത്തതായിരിക്കുന്ന നിലകളായിരിക്കുന്ന അകൃത്യം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന ദാവീദ് ആത്മാവിൽ ഇത് കാണുകയാണ്. ആത്മാവിൽ കാണുന്നതായിരിക്കുന്ന ദാവീദ് പറയാണ്: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പാപത്തിലാണ് എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. ആദ്യത്തെ മാതാവായിരിക്കുന്ന ഹൗവ തിന്നരുതെന്ന് പറഞ്ഞായിരിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? തിന്നരുതെന്ന് പറഞ്ഞായിരിക്കുന്ന വൃക്ഷഫലം, ദൈവം വിലക്കിയതായിരിക്കുന്ന വൃക്ഷഫലം, അത് സാത്താന്റെ പ്രേരണയാൽ ഉള്ളിൽ കടന്നു എന്നപ്പോൾ തന്നെ അവരുടെ ദൈവ തേജസ് നഷ്ടമാകുവാനിടയായി. മരണമില്ലാത്തവരുടെ ശരീരം മരണമുള്ള ശരീരമായി തീരുവാനിടയായി. നിത്യായസിനെ ദൈവമതിയാണ് വെട്ടിക്കുറച്ച 1000 സംവത്സരമാക്കി തീർക്കുവാനിടയായി. അപ്പോൾ അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ പാപം ഉള്ളിൽ കടന്നു എന്നപ്പോൾ പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുവാനിടയായി. കായീനോട് ചോദിച്ചാൽ കായീന് പറയുവാനുള്ളതായിരിക്കുന്ന മറുപടിയാണ്: 9 മാസവും 9 നാഴികയും 9 വിനാഴികയും ആ കായീൻ എന്തിയാണ്? ഹല്ലേലൂയ, ആദാമിന്റെ ഉള്ളിൽ ആയിരുന്നു. ഹൗവായുടെ ഉള്ളിൽ ആയിരുന്നു. ഹൗവായുടെ ഉള്ളിൽ ഏദൻ പർദീസയിൽ അഥവാ ഏദൻ തോട്ടത്തിൽ വെച്ച തന്റെ ഹൗവ ഈ സാത്താനാകുന്ന ദുഷ്ടനാൽ ഗർഭവതിയായതിന്റെ ഫലമായിട്ട് ആ നന്മതിന്മകളെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം വിലക്കിയതായിരിക്കുന്ന ഫലം കടന്നു എന്നപ്പോൾ ദുഷ്ടന്റെ സന്തതിയായി കായീൻ ഹൗവയുടെ ഉദരത്തിൽ ഉരുവാകുവാനിടയായി. അതുകൊണ്ടാണ് സർവശക്തനായ ദൈവം ഹല്ലേലൂയ ആദാമിനെയും ഹൗവയെയും തോട്ടത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കി വിടുവാൻ ഇടയായത്. ഇറക്കി വിട്ടപ്പോൾ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, കായീനെ പ്രസവിച്ചു എന്ന് കാണുവാനിടയാകുന്നു. ദൈവസാന്നിധ്യം വിട്ടകന്ന, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത, വെറും ജഡീകനായിരിക്കുന്ന എന്നോ പറയുവാനിടയാകും. ദൈവ തേജസ്, ദൈവ സാന്നിധ്യം വിട്ടുമാറിയപ്പോൾ
ആ വെറും മാംസപിണ്ഡത്തിനു തുല്യമായിരിക്കുന്ന കായീന് ആ ആദാമിന് പറയുവാനുള്ളത് താൻ പരിഗ്രഹിച്ചപ്പോൾ എന്നാണ് കാണുവാനിടയാകുന്നത്. പരിഗ്രഹിച്ചപ്പോൾ എന്ത് ചെയ്യാണ്? അവിടെ ഹൗവ ഗർഭവതിയായി തീർന്നു, എനിക്കൊരു പുരുഷ പ്രജയെ നൽകി എന്നാണ്. നമ്മൾ എത്ര പേർ നമുക്ക് പറയുവാൻ കഴിയും? വാഗം നിശ്ചയം ചെയ്ത ശുദ്ധവാഗത്തിലേക്ക് അവർ രണ്ടല്ല ഒന്നത്ര എന്ന് പറഞ്ഞ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ പാർക്കുന്നതായിരിക്കുന്ന മാങ്ങാനത്തു തന്നെ ഉദരത്തിൽ ഏകദേശം 3 മാസം ഉരുവായിരിക്കുന്നതായ 3 മാസം പ്രായമുള്ളതായിരിക്കുന്ന കുട്ടിയെ ഇട്ട് വാഗം കഴിച്ചതായിരിക്കുന്നതായ അനുഭവങ്ങൾ എനിക്കറിയാം. എന്റെ സ്വന്തം ദേശമായിരിക്കുന്ന വേളൂര്, അവിടെ ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചുപോയി. എന്റെ പ്രായം പോലുമില്ലായിരുന്നു. എന്നാൽ അവർ എന്ത് ചെയ്യാണ്? പെന്തക്കോസ്ത് സഭയുടെ അംഗങ്ങളായിരുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ചു ചേർന്നതിന്റെ ഫലമായിട്ട് ആ സ്ത്രീ ഗർഭവതിയായി തീരുവാനിടയായി. ഏകദേശം ആരും അറിയാതെ, അറിഞ്ഞും അറിയാതെയും 4 മാസത്തോളം ഉദരത്തിൽ ഇട്ടുകൊണ്ട് വിശുദ്ധവാഗം നടത്തിയ ചരിത്രം എനിക്കറിയാം. അതിന്റെ ശേഷമായിട്ട് എന്ത് ചെയ്യാണ്? അവർ വാഗം ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് ആ ആൺപൈതൽ പുറത്തു വന്നത്. ആ ആൺപൈതൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ അവർ രണ്ടുപേരും മരിച്ചുപോയി. വാഗം നടത്തിയതായിരിക്കുന്ന കർത്തൃദാസനും മരിച്ചു പോകുവാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ എന്ത് ചെയ്യാണ്? ഏദൻ തോട്ടത്തിൽ വെച്ച ദുഷ്ടനാകുന്ന സാത്താന്റെ തലമുറയെ ഉദരത്തിൽ സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെ സർവശക്തനായ ദൈവം അവരുടെ നിത്യായസിനെ വെട്ടിക്കുറയ്ക്കുകയും അവരെ എന്ത് ചെയ്യാണ്? ഭൂമിയിലേക്ക് ഇറക്കി വിടുവാനും ഇടയായത്. കാരണം ആത്മാവിൽ ദൈവസന്നിധിയിൽ പ്രാപിച്ചതായിരിക്കുന്നതായ യേശുവിന്റെ മാർവോടി ചാര്യവനായിരിക്കുന്ന യോഹന്നാൻ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണല്ലോ: കായീൻ ദുഷ്ടനിൽ നിന്നും ഉള്ളവൻ. കായീൻ ആദാമിൽ നിന്നുമുള്ളവനല്ല, കായീൻ ദുഷ്ടനിൽ നിന്നുമുള്ളവൻ എന്നാ പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ ഒരുപക്ഷെങ്കിൽ പഴയ നിയമവിശുദ്ധന്മാർക്ക് ആ മർമ്മം വെളിപ്പെട്ട് കിട്ടിയില്ല എങ്കിലും പുതിയ നിയമത്തിൽ എന്ത് ചെയ്യാണ്? യേശുവിനോട് മാർവോടി ചാര്യവനായിരിക്കുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കേട്ട നാദം എന്തെന്ന് കാണാൻ തിരിഞ്ഞപ്പോൾ നാദബ്രഹ്മത്തെ കണ്ടവനായിരിക്കുന്ന യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതി വെച്ചു, കായീൻ ദുഷ്ടനിൽ നിന്നും ഉള്ളവനാണ്, ആദാമിൽ നിന്നും ഉള്ളവനല്ല. ആദാം ഹൗവയെ പരിഗ്രഹിച്ചുവെങ്കിലും പുരുഷ പ്രജ നൽകിയെന്ന ആദാം പറയുന്നുവെങ്കിലും വെളിപ്പാടുകാരനായിരിക്കുന്ന യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, കായീൻ ദുഷ്ടനിൽ നിന്നും ഉള്ളവൻ. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്നും ഇവിടെ നിന്ന് വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ചിന്തകൾ സംശയമുള്ളവർ വിളിക്കുക. ദുഷ്ടന്റെ മകനായി കായീൻ ജനിക്കുന്നു. സാത്താന്റെ മകനായി ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന, ഈ ലോകം ആ ദുഷ്ടന്റെ അധീനയിലായിരിക്കുന്ന ദുഷ്ടന്റെ മകനായി കായീൻ ജനിച്ചതിന്റെ ഫലമായിട്ട് നഷ്ടമായത് എന്താണ്? അവർക്ക് എന്ത് ചെയ്യാണ്? നിത്യായസ് നഷ്ടമായി. അവർക്ക് മരണമില്ലായിരുന്നു. അവർ മരണം പിടിപെടുവാനിടയായി. ഏദൻ തോട്ടത്തിൽ നിന്നും ദൈവം എന്ത് ചെയ്യാണ്? മുള്ളും പറക്കാനെയും നിറഞ്ഞതായിരിക്കുന്ന ഭൂമിയിലേക്ക് അവരെ ഇറക്കി വിട്ടു. വീണ്ടും ഈ മനുഷ്യജാതി തോട്ടത്തിൽ കയറി ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ച അവരെ വീണ്ടെടുപ്പാൻ കഴിയാതിരിക്കേണ്ടതിന് വേണ്ടി
ദൈവം എന്തിയാണ് കെരൂബുകളെ ഇരുമ്പിക്കൊണ്ട് നിൽക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തുവാൻ ഇടയായി. അങ്ങനെയെങ്കിൽ കായീൻ ആരുടെ മകനാണ്? കായീൻ ദുഷ്ടന്റെ മകനാണ്. എവിടെ പറയുന്നു? 1 യോഹന്നാൻ 3:12 പറയുന്നു കായീൻ ദുഷ്ടന്റെ മകൻ. എവിടെ പറയുന്നു? പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 51:5 പറയുന്നു ഹല്ലേലൂയ, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കായീനോട് ചോദിച്ചാൽ കായീൻ പറയും, പാപത്തിലാണ് എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. ആ ഹൗവായോട് ചോദിച്ചാൽ ഹൗവായ്ക്ക് പറയുവാൻ കഴിയും, പ്രൈസ് ദി ലോർഡ്, ആ ദുഷ്ടന്റെ മകനാണ് എന്റെ ഉദരത്തിൽ പിറന്നത്. ദൈവം വിലക്കിയത് അത് ഭക്ഷിക്കരുതെന്നായിരുന്നു. എന്നാൽ അത് ഭക്ഷിച്ചപ്പോൾ കായീന്റെ ആ ദുഷ്ടന്റെ സന്തതിയായിരിക്കുന്ന കായീൻ എന്റെ ഉദരത്തിൽ പിറന്നതിന്റെ ഫലമായിട്ടാണ് എന്തിയാണ് ഈ ഭൂമിയിലുള്ളായിരിക്കുന്ന സകല മനുഷ്യരും ശാപഗ്രഹസ്ഥമായി തീരുവാൻ ഇടയായത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദീർഘസമയമെടുത്ത അന്യന്യം ഇരുന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. എന്നാൽ ഈ ഭാഗത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വിശുദ്ധനായിരിക്കുന്ന ഹാബേലിന്റെ ജനനവുമായി കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.